ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ ഈ മദ്രസിലൊക്കെ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് എന്ത് സിലബസ് അനുസരിച്ചിട്ടുള്ള പാഠങ്ങൾ തീർന്നുക്കണോ. അപ്പൊ അതിനുള്ള ഒരു പരിഹാരമാണ് നമ്മളെ മദ്രസ ടൈം ഒന്ന് ഓപ്പൺ ചെയ്യാം. മദ്രസ ടൈം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സിലബസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഏത് ക്ലാസ്സാ വേണ്ടത് വെച്ചാൽ ക്ലാസ് ഒന്ന് സെലക്ട് ചെയ്യുക. ക്ലാസ് സെലക്ട് ചെയ്തിട്ട് ജനറൽ സിലബസ്, ഇന്ററാക്റ്റീവ് സിലബസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിലിപ്പോ നമ്മൾ ചൊവ്വാലില് എടുക്കേണ്ട പാഠം ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടിക്ക് ചെയ്ത് വെക്കാം. ഇതേപോലെ ഓരോ പാഠങ്ങൾക്കും നമുക്ക് ഏതൊക്കെ പാടാണ് എന്നുള്ള ദുറൂസില് ഇതേപോലെ നമുക്ക് അതേമാതിരി എടുത്ത പാഠങ്ങളൊക്കെ നമുക്ക് ടിക്ക് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ എപ്പോഴും സിലബസ് തപ്പിയും കൊണ്ട് നടക്കണ്ട. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എടുത്ത പാഠങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇതിലുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ പിന്നെ ഇതിൽ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അത് സ്വന്തമായിട്ട് തയ്യാറാക്കാം എന്നുള്ള ഇതില് പോവുക. അതിൽ പോയി കഴിഞ്ഞാൽ അടിയിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ന്യൂ എന്ന് കാണും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മദ്രസന്റെ പേര് മുകളിൽ കൊടുക്കുക. സബ്ജക്റ്റ് ഏതാ വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് അതിന് സെലക്ട് ചെയ്യുക. ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഏതാണ് കൊല്ല പരീക്ഷയാണോ അരക്കൊല്ല പരീക്ഷയാണോ ഏത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ സ്കോർ ടോട്ടൽ എത്ര മാർക്കിലാണ് വെച്ചാൽ അതവിടെ സെലക്ട് ചെയ്യുക. ക്ലാസ് ഇവിടെ പോയിട്ട് ക്ലാസ് സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് ഡിസൈൻ എന്നുള്ള ഭാഗത്തൊന്ന് പോവുക. ഇപ്പൊ പേപ്പറിന്റെ മോഡൽ വന്ന് ഇനി നമുക്കതിൽ ക്വസ്റ്റ്യൻ കൊടുക്കണമെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 എന്ന് കൊടുത്ത് ഇങ്ങോട്ട് അതിന് വേണ്ടത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കുക. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് ജസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തതിന്റെ ശേഷം ഇൻസെർട്ട് എന്നുള്ള ഭാഗം കൊടുക്കുക. അപ്പൊ ഇതവിടെ വന്ന് ഇനി നിങ്ങൾക്ക് ഒരു പിന്നെ ടാബിൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോ ഞാന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്തെങ്കിലുമൊക്കെ ചേരുമ്പടി ചേർക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുമല്ലോ. അതിനൊരു ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ മുകളിൽ 3 അടിയിൽ 2 നിങ്ങൾക്ക് എത്ര ടേബിൾ വേണമെങ്കിൽ എടുത്തിട്ട് ഇൻസെർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 വന്ന് നിങ്ങൾക്ക് അതല്ല ഇവിടെ 6 ആണെങ്കിൽ 6 കൊടുത്താൽ ഇവിടെ 6 വരും. ഇങ്ങനെ ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ടെക്സ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. അത് അറബി മലയാളം ടെക്സ്റ്റ് ചെയ്യാൻ നമുക്ക് ഇതിൽ തന്നെ ഉണ്ട്. അറബി മലയാളം എങ്ങനെ ടെക്സ്റ്റ് ചെയ്യാന്നുള്ളത് മലയാളത്തിൽ കൊടുത്താൽ അറബി മലയാളത്തിലേക്ക് വരും. അത് ഇതിൽ തന്നെ മദ്രസ ടൈമിൽ തന്നെ ഉണ്ട്. വേറെ അതിൽ പ്രത്യേകമായിട്ട് വേറൊരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കുട്ടികൾക്ക് ഹിഫ്ള് എങ്ങനെയാ പഠിപ്പിക്കുക എന്നുള്ളത്. അതിന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം ഇതാ. ഖുർആൻ ഹിഫ്ള് എന്നുള്ള ഭാഗം എടുക്കുക. ഇതിൽ ഖുർആൻ ഹിഫ്ള് എന്ന് കാണാം, അത് എടുക്കുക. ക്ലാസ് ഒന്ന് സെലക്ട് ചെയ്യുക. ഏതാ സൂറത്ത് വെച്ചാൽ സൂറത്ത് എടുക്കുക. സൂറത്ത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോ ഇത് ഓക്കെ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ألهاكم التكاثر ألهاكم التكاثر ألهاكم التكاثر. ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് 3 പ്രാവശ്യം നമുക്ക് ഓതി കേൾപ്പിച്ചു തരും. അപ്പൊ കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതേ രീതിയിൽ പഠിക്കാനും ഓതാനും. അപ്പൊ ഇതൊക്കെ ഉസ്താദ്മാർക്കാണ് തള്ളി വിട്ടോളിട്ടാ. എല്ലാവർക്കും വിട്ടുകൊടുത്തോളി. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.